ഈ ഒന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടു. പണ്ട് പൈലിച്ചേട്ടായിയെ കോച്ചേരിക്കാര് പടുത്തപ്പോ ഡോ കോളേജിൽ നിന്ന് വന്ന മൈക്കിളിനെ. ചേട്ടായിയുടെ ശവമെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അരിയേയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്ടിൽ. നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലിച്ചേട്ടായിയെ തട്ടി 2 കോച്ചേരിക്കാര് പിള്ളേരുടെ തല കൊച്ചിക്കായലിൽ പൊന്തി. പണിയും കഴിച്ച് ചോരയെ കുടിച്ച് അപ്പന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടാ മക്കളായി. ഞാൻ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീ ഒന്നും വായ തുറക്കില്ലായിരുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബിലാൽ എവിടെ നിന്ന് വന്നൊന്നും ആർക്കും അറിയില്ല. ഒരു ദിവസം ബിലാൽ കൊച്ചിയിലുണ്ടായിരുന്നു. മോനെ സെൽവ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിങ്. ബെല്ലാരിയിൽ അവൻ ബെല്ലാരി രാജ, വേറെ പോത്ത് വെച്ചുകൊടുക്കാൻ. സൗദിയിലെ അറബികൾക്ക് അവൻ ഡയമണ്ട് രാജ, പേര് കേട്ട പൊന്ന് വെച്ചുകൊടുക്കാൻ. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഫ്ലാഷ് കളിച്ച് ലക്ഷങ്ങൾ കൊയ്ത കാലത്ത് അവന്റെ വിളിപ്പേര് മുച്ചീട്ട് രാജ. പണച്ചാക്കുകളുടെ തർക്കം തീർക്കാൻ ഇടനിലക്കാരനായ നിന്ന കാലത്ത് അവൻ മീഡിയേറ്റർ രാജ. ബെൻസ് കാറുകളോട് അവനുള്ള കമ്പം സുഹൃത്തുക്കൾക്കിടയിൽ അവനെ ബെൻസ് രാജയാക്കി. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട് അവന്. 80s തന്നെ മലയാള സിനിമയിൽ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാണ്. അതിനിന്നും ഒരു മാറ്റവും ഇല്ല. That was my first tryst with stardom. Here is a man who's a star. പിന്നെ ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. I can imagine a day without him, because if I'm tired I can take 2-3 days of rest. Then after that I should have a hope for my next film that's going to happen. That makes me comfortable. But otherwise, without cinema, no life.